ഹലോ ഗൈസ്, മമ്മൂക്കയും ജ്യോതിക ഒന്നിക്കുന്ന പുതിയ സിനിമ കാതൽ ദ കോറിന്റെ പ്രീ റിലീസ് ടീസർ പുറത്തു വന്നിട്ടുണ്ട്. ജിയോ ബേബിയാണ് സംവിധാനം. നവംബർ 23 റിലീസ്. അപ്പോൾ ആ ടീസർ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപ്പോൾ ടീസർ കണ്ട് എനിക്ക് തോന്നിയത് ഇതൊരു ഫാമിലി ഡ്രാമ മൂവി തന്നെയാണ്. നമ്മൾ ട്രെയിലർ കണ്ട പോലെ തന്നെ അതിലധികമായിട്ട് പ്രത്യേകിച്ച് ഒരു സാധനം ഇതിനകത്തും അവർ തന്നിട്ടില്ല. ഇതിനകത്ത് എന്താണെന്നുള്ളത് ഒരു ഫാമിലി ഡ്രാമ മൂവിയാണ്. അത് ഓഫ് കോഴ്സ് അങ്ങനെ ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒന്ന് നമുക്ക് കരുതി വയ്ക്കാതിരിക്കില്ല. വെറുതെ ഒന്നും അദ്ദേഹം സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുകയില്ല. അപ്പോൾ നവംബർ 23 റിലീസ്. അപ്പോൾ ഈ സിനിമയുടെ ഈ റിലീസിൻ്റെ കാര്യം പറയുന്നതോടുകൂടി ഇന്നലെ മമ്മൂക്കയുടെ ഒരു പ്രസ് മീറ്റിൽ മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഇപ്പോഴും എത്ര സിനിമാക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു റിവ്യൂ നിർത്തിയത് കൊണ്ടൊന്നും സിനിമ രക്ഷപ്പെടാൻ പോകുന്നില്ല. സിനിമ രക്ഷപ്പെടണമെങ്കിൽ നല്ല സിനിമ ക്വാളിറ്റിയുള്ള സിനിമകൾ നൽകണം. ഇത് മമ്മൂക്കയെ പോലെ അല്ലെങ്കിൽ മിഥുൻ മനോൽ തോമസിനെ പോലെ അല്ലെങ്കിൽ അനൂപനെ പോലെ കുറച്ച് പേർക്ക് മാത്രമേ ഇപ്പോഴും സിനിമയിൽ മനസ്സിലായിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അതിൽ മമ്മൂക്ക പറഞ്ഞ ഇന്നലത്തെ ആ വാക്കുകൾ ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഒരുപാട് ഒരുപാട് പേരെ സ്വപ്നങ്ങളായിരിക്കും. പക്ഷെ ഒരു കോടികൾ മുടക്കി ഇറക്കുന്ന ഒരു സിനിമ ഒരു റിവ്യൂ കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെയൊന്നും നശിപ്പിക്കുന്നത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. നമ്മൾ റിവ്യൂവിനെ നിർത്തിയിട്ടൊന്നും സിനിമ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. സിനിമ റിവ്യൂക്കാർ ഒരു വഴിക്കാൻ പോകും, സിനിമ ഈ വഴിക്ക് പോകും. വളരെ സെൻസിബിൾ ആയിട്ട് ആൻസർ ചെയ്യുന്ന ഒരാൾ തന്നെ നമുക്ക്. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഏജിൽ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾ ഞാൻ വേറെ ആളെ കണ്ടിട്ടില്ല. അത്രയും അപ്ഡേറ്റഡ് ആയിട്ടൊന്നും സെൻസിബിൾ ആയിട്ട് ആൻസർ മറുപടി പറഞ്ഞു കഴിഞ്ഞു. റിവ്യൂ അല്ല, സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് നല്ല ക്വാളിറ്റി മേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജനം കയറി കാണും. നല്ല രീതിയിൽ തന്നെ അതിനെ സ്വീകരിക്കുക തന്നെ ചെയ്യും. ജനങ്ങളാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി കൊടുക്കേണ്ട ആൾക്കാർ. മൗത്ത് പബ്ലിസിറ്റി, അതിൽ വലിയൊരു പബ്ലിസിറ്റി ഒരു റിവ്യൂവറിന് ആർക്കും കൊടുക്കാനില്ല. സ്ക്രിപ്റ്റ് വരട്ടെ, നല്ല സ്ക്രിപ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ജനം സ്വീകരിക്കും. നല്ല രീതിയിലുള്ള സിനിമകൾ തന്നെ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ കാതൽ ദ കോറിന് നവംബർ 23 റിലീസ്. അപ്പോൾ അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നല്ലൊരു സിനിമയാവട്ടെ, ഗംഭീര വിജയമാവട്ടെ. ഞാനെന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ അത് കാണാൻ ശ്രമിക്കുന്നതാണ്.